മിനി ലോറി നിയന്ത്രണം വിട്ട ക്വാറിയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. ലോറിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ക്ലീനർ മുസ്തഫയെ പുറത്തെടുക്കാനുള്ള പരിശ്രമമാണ്. 3 തവണ നേരത്തെ ലോറി ഉയർത്താൻ ശ്രമിച്ചിരുന്നു, പക്ഷേ പരാജയപ്പെട്ടു. ഒരു 4ാമത്തെ ശ്രമത്തിൽ ഇതാ ലോറി ഉയർത്താൻ കഴിഞ്ഞിരിക്കുന്നു. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഈ അപകടമുണ്ടായത്. നേരത്തെ ലോറി ഡ്രൈവറായ ജാഫറിനെ രക്ഷപ്പെടുത്തിയിരുന്നു. ക്ലീനറെ രക്ഷിക്കാനുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അരുൺ, നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ലോറി ഉയർത്തുന്നത് വിജയകരമെന്ന് ഈ ഘട്ടത്തിൽ പറയാം. ആര്യ, തീർച്ചയായും 6 മണിക്കൂർ നീണ്ട ഒരു ശ്രമത്തിനൊടുവിൽ ദൗത്യം വിജയകരമാകുന്നു എന്നുള്ളതാണ്. അതിൽ കുടുങ്ങിക്കിടന്നിരുന്ന ക്ലീനറായ മുസ്തഫയെ പുറത്തെടുക്കാനുള്ള ഒരു കാത്തിരിപ്പായിരുന്നു. ഏറെ പ്രതിസന്ധികൾ തീർന്ന ദുഷ്കരമായ ഒരു രക്ഷാ ദൗത്യമായിരുന്നു നടന്നിരുന്നത്. കാരണം 3 തവണ ഈ ഒരു ശ്രമം അടുത്തെത്തി. ആദ്യ ഘട്ടത്തിൽ തന്നെ ഈ ഫയർഫോഴ്സ് വാഹനം ഒടുങ്ങിയതായി സ്ഥിരീകരിക്കുന്നു. അതിൽ മുസ്തഫയുള്ളതായും കണ്ടെത്തുന്നുണ്ടായിരുന്നു. പിന്നീട് പക്ഷേ ഈ വാഹനവുമായി ബന്ധപ്പെടാൻ സാധിച്ചില്ല. ക്രെയിൻ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള ശ്രമങ്ങളാണ് നടന്നത്. ഈ കയർ ഇതിൽ ബന്ധിപ്പിക്കാൻ സാധിക്കാത്തതാണ് വലിയ പ്രതിസന്ധിയായത്. ചതുപ്പിലേക്ക് ആഴ്ന്ന നിലയിലായിരുന്നു ലോറി ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ അത്തരത്തിൽ വലിയൊരു പ്രതിസന്ധികൾ നേരിട്ടു. അതിനെയൊക്കെ കൃത്യമായി തന്നെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഓരോ ശ്രമം 2 തവണ കൂടി നടത്തി. പക്ഷേ അപ്പോഴൊന്നും ഫലം കണ്ടില്ല. പിന്നീട് കാത്തിരിപ്പിനൊടുവിൽ കൃത്യമായ ഒരു ആസൂത്രണത്തിനൊടുവിൽ ഈ മലപ്പുറത്തെ ഫയർഫോഴ്സ് യൂണിറ്റ് കൂടെ ഏറെ വിദഗ്ധരായ മുങ്ങൽ വിദഗ്ധർ അടങ്ങുന്ന സംഘം കൂടി എത്തിയതിനു ശേഷം കൃത്യമായ ഒരു ആസൂത്രണത്തിലൂടെ തിരൂരിനെയും മലപ്പുറത്തെയും സംയുക്തമായ അഗ്നിരക്ഷാ സേന, സ്ക്യൂബ ഡൈവിംഗ് ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘമാണ് ഈ ഒരു ദൗത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം നടത്തി, ക്രെയിൻ ഓപ്പറേറ്ററുമായി നടത്തി കൃത്യമായ ഒരു ആസൂത്രണത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ ലോറി നമുക്ക് പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചത്. അത് ഒരു 6.5 മണിക്കൂർ നീണ്ട ദൗത്യമാണ്. ലോറി ഭാഗികമായി തന്നെ പുറത്തെത്തിയിട്ടുണ്ട്. ഇനി മുസ്തഫയെ പുറത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനുള്ളൊരു കാത്തിരിപ്പ് തന്നെയാണ്. ഏറെ ദൗർഭാഗ്യകരമായ ഒരു ദാരുണമായ ഒരു അപകടമായിരുന്നു. വാഹനം നിയന്ത്രണം വിട്ട് ഈ ക്വാറിയിലേക്ക് പതിക്കുകയായിരുന്നു. എന്താണ് അപകട കാരണമെന്ന് പല നിഗമനങ്ങളുണ്ടെങ്കിലും ഒരു ഔദ്യോഗിക സ്ഥിരീകരണമില്ല. ഒരുപക്ഷെ ഈ ക്വാറി ഇവിടെ തിരിച്ചറിയാതെ ഈ വണ്ടി വകഞ്ഞു മാറ്റുമ്പോൾ നിയന്ത്രണം വിട്ട് വാഹനത്തിലേക്ക് വാഹനം ക്വാറിയിലേക്ക് വീഴുകയായിരുന്നു. എന്തായാലും ആ ഘട്ടത്തിൽ തന്നെ ജാഫറിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. പിന്നെ മുസ്തഫയെ പുറത്തെടുക്കാനുള്ള മണിക്കൂറുകൾ നീണ്ട ദൗത്യമായിരുന്നു. പക്ഷേ അതൊന്നും ഫലം കാണാതെ വന്നു. പലതവണ വിഫലമായി. ഇപ്പോൾ ഇതാ ഫയർഫോഴ്സ് നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഫയർഫോഴ്സിൻ്റെ ഒരു ശ്രമം, ആ രക്ഷാദൗത്യം ഇപ്പോൾ ഫലം കാണുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ ചരക്കുമായി വന്ന ലോറിയായിരുന്നു. ഉച്ചയോടുകൂടി തന്നെ നാടിനെ നടുക്കിക്കൊണ്ട് ഒരു നാടിൻ്റെ മുഴുവൻ കാത്തിരിപ്പ് കൂടിയാണ്. ഫയർഫോഴ്സ് ഉണ്ട്, പോലീസിൻ്റെ സംഘമുണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്, ഒപ്പം തന്നെ നാട്ടുകാരുടെ ഒരു വലിയ വിന്യാസമുണ്ട്. നാട്ടുകാരുടെയൊക്കെ വലിയ ഒരു ആശയവിനിമയം നടത്തിയത് കൊണ്ടുകൂടിയാണ് ഇത്തരം ഒരു ഫയർഫോഴ്സിന് വേഗത്തിൽ ഈ മേഖലയിലേക്ക് എത്താനൊക്കെ സാധിച്ചത്. അത്തരത്തിൽ ഉടനെ തന്നെ ഇങ്ങനെ ഒരു ലോറി മറിഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ നാട്ടുകാർ ഈ വിവരം കൈമാറുകയുണ്ടായി. അത്തരത്തിലൊക്കെ തുടങ്ങിയ 6.5 മണിക്കൂർ നീണ്ട ഒരു കാത്തിരിപ്പ് ഒരു നാടൊന്നാകെ കാത്തിരിക്കുകയാണ്. അത്തരത്തിൽ ഒരു ദൗർഭാഗ്യകരമായ ദാരുണമായ നടക്കാൻ നമ്മൾ ആഗ്രഹിക്കാത്ത തരത്തിലൊരു സംഭവമാണ്. പക്ഷേ ആ ഒരു രക്ഷാദൗത്യം അതിനായുള്ളൊരു കാത്തിരിപ്പായിരുന്നു, അതിനായുള്ളൊരു പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷകളൊന്നും വിഫലമാകുന്നില്ല. എന്തായാലും വാഹനം പുറത്തേക്കെടുക്കുന്നുണ്ട്. മുസ്തഫയെ പുറത്തേക്കെടുക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. ദൗത്യം വിജയകരമായി എന്നൊരു ഘട്ടത്തിലേക്ക് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നമുക്ക് ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം. ആര്യ, ശരി. മലപ്പുറം ആദവനാട് നിന്നുള്ള ദൃശ്യങ്ങളാണ്. 3 തവണ നേരത്തെ ലോറി ഉയർത്താൻ പരിശ്രമിച്ചു, പക്ഷേ ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയായിരുന്നു. ലോറിയിലെ ഡ്രൈവർ ജാഫറിനെ നേരത്തെ രക്ഷപ്പെടുത്തി. വളരെ പരിചയമുള്ള അനുഭവ സമ്പത്തുള്ള സ്കൂബ ഡ്രൈവർമാരടക്കം അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഇത്. 4ാം തവണയാണ് ഈ മിനി ലോറി ഉയർത്താൻ പരിശ്രമിക്കുന്നത്. ഈ 4ാമത്തെ ശ്രമം വിജയകരമാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. മെല്ലെ പതുക്കെ ലോറി പൂർണ്ണമായും പുറത്തേക്കെടുക്കാനുള്ള ശ്രമമാണ്. പക്ഷേ അതിൽ കുടുങ്ങിക്കിടക്കുന്ന ക്ലീനറുടെ ജീവൻ രക്ഷിക്കാനായിട്ടില്ല. കാരണം 4 മണിക്കൂർ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഈ അപകടം ഉണ്ടാകുന്നത്. രക്ഷാപ്രവർത്തനം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്.